ഹലോ, നമ്മുടെ TEFലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു IBO ആണ് ഞാൻ. IBO കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ആവശ്യമായിരുന്നു. കാരണം ഞാനൊരു ഹൗസ് വൈഫാണ്. ഒരുപാട് നാളായി ഒരു വർക്ക് ഫ്രം ഹോം ജോബ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ TEF എൻ്റെ മുന്നിലോട്ട് വരുന്നത്. TEF എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മുന്നിലോട്ട് വരുന്നത്. മറ്റൊരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റിയിലും കാണാത്ത എന്തോ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഫീലിംഗ് എനിക്ക് ഇതിൽ നമ്മുടെ TEFൽ ഫീൽ ചെയ്തു. അപ്പോൾ IBO ആവുക എന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു ഹൗസ് വൈഫ് ആയിരിക്കുമ്പോൾ എന്താണ് നമ്മൾ കല്യാണം കഴിയുന്നതിൻ്റെ മുൻപ് നമ്മുടെ ഫാദറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ജീവിക്കുക. ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡ് ആവുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ നോക്കാൻ നമ്മുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഫാദർ ഉണ്ടല്ലോ, പക്ഷേ അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അവരെ സഹായിക്കാൻ ആരാ ഉള്ളത്? ആ ഒരു ചോദ്യം എൻ്റെ മുന്നിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ തീരുമാനിച്ചതാണ് എന്തെങ്കിലും ഒരു വർക്ക് ഫ്രം ഹോം ജോബ് ചെയ്തിട്ടായാലും എനിക്കും ഫിനാൻഷ്യലി ഇൻഡിപെൻഡ് ആവണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആ സമയത്താണ് TEFനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാനും അതിൻ്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഫീൽ എനിക്ക് കിട്ടിയതും. ആ സമയത്ത് IBO ആവാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സ്ട്രഗിൾസ് വന്നിട്ടുണ്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ നിന്നായിക്കോട്ടെ ഒരു വിധത്തിലുള്ള സപ്പോർട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം എല്ലാവരും നെഗറ്റീവ് കമൻറ്റാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഓൺലൈനാണ്, തട്ടിപ്പായിരിക്കും, അത് പൊളിയും, അതിന് വലിയ നിലനിൽപ്പൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കമൻസ് എനിക്ക് ചുറ്റും നിന്ന് വന്നുകൊണ്ടിരുന്നു. പൊതുവേ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഫാമിലിയിലായിക്കോട്ടെ ഒക്കെ ഒരു ധാരണയുണ്ട്. കാരണം എന്താണ്, ഓൺലൈനിൽ ആയിട്ടുള്ള എല്ലാവർക്കും തട്ടിപ്പാണ് എന്നുള്ളൊരു മനോഭാവമാണ് എല്ലാവർക്കിടയിലും ഉള്ളത്. അപ്പോൾ നമ്മുടെ TEFൽ IBO ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അറിയാം ഇത് തട്ടിപ്പാണോ അല്ലെങ്കിൽ ജെന്യൂൻ ആണോ എന്നുള്ള കാര്യം. കാരണം അത് ഫീൽ ചെയ്യുന്നത് അവരാണ്. IBOs ആയിട്ടുള്ള ആളുകളാണ് ഇതിന്റെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്തൊരു കാര്യത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. അത് നമുക്ക് സമൂഹത്തിൽ നിന്നും നമ്മുടെ ചുറ്റിൽ നിന്നും ഒരുപാട് നെഗറ്റീവ്സ് ആവട്ടെ പോസിറ്റീവ്സ് ആവട്ടെ ഒക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ആ നെഗറ്റീവ്സിനെ മാത്രം കണ്ടുകൊണ്ട് അവിടെ ഇരിക്കാൻ നിന്നാൽ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. കാരണം നമ്മൾ എന്തെല്ലാം അനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ചെലവാക്കുന്നു. കാരണം നമ്മൾ ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങാൻ, ഇപ്പോൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങാൻ ചിലപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യം ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ നമ്മളത് ഒരു തവണ അല്ലെങ്കിൽ 2 തവണ ഉപയോഗിച്ചിട്ട് അത് അവിടെ ഇടും. ശരിക്കും അതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഡ്രസ്സ് വാങ്ങിക്കും. ഇതിൻ്റെയൊക്കെ പൈസ മാത്രം മതി. ഇത് നമ്മൾ കുറച്ച് നാളേക്ക് ഒന്ന് സ്വരുക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആ പൈസ മതി ശരിക്കും നമുക്കൊരു IBO ആവാൻ. എനിക്കിത് വേണം, എന്നെ കൊണ്ട് ഇത് പറ്റും എന്നുള്ള ചിന്താഗതി നമ്മുടെ മൈൻഡിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടായാലും നമ്മൾ IBO കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കും. കാരണം നമ്മൾ IBO കംപ്ലീറ്റ് ആക്കി നമ്മൾ വർക്കിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഹ്യൂജ് ഇൻകത്തിലേക്കാണ് നമ്മൾ ഫ്യൂച്ചറിൽ പോയിക്കൊണ്ടിരിക്കുക. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു IBO ആയ ഒരു വ്യക്തിക്കാണ് അത് മനസ്സിലാവുക. നമുക്കൊരു IBO ആയി കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണ് എന്നുള്ളത് ഒരു IBO ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണ് അതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവുക. പിന്നെ നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെന്നിട്ട് പാരൻസിനോട് പറയണം എനിക്ക് IBO ആവണം, എനിക്ക് ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞാലൊന്നും അവർ തരില്ല. കാരണം അവർ ജീവിച്ചു പോകുന്ന കാലഘട്ടം നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവർക്ക് ഈ ഓൺലൈൻ എന്താണ്, ഓൺലൈൻ ഓപ്പർച്യൂണിറ്റീസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല. പിന്നെ എൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഏതെങ്കിലും ഒക്കെ ഒരു വ്യക്തി നമുക്കും ഉണ്ടാകാതിരിക്കില്ല. ആരും കയ്യിൽ പൈസ വെച്ചിട്ടല്ലല്ലോ ഇതിലേക്ക് വരുന്നത്. ഒന്നിനി കടം വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ തന്നിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഇതിലേക്ക് വരുന്നത്. അല്ലാതെ കയ്യിൽ ഇത്രയും പൈസ വെച്ചുകൊണ്ട് ആരും ഒരു IBO ആവാൻ ഇതിലേക്ക് വന്നിട്ടില്ല. എല്ലാവരും നല്ല കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ഈ IBO ആവാൻ പൈസ കണ്ടെത്തുന്നത്. അതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ ആവശ്യമാണെന്നുള്ളത് നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടാവണം. അല്ലാതെ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് നോക്കുന്നവർക്കൊന്നും അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവില്ല. TEFലേക്ക് വരുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് തരാൻ പറയാനില്ല. കാരണം ഇപ്പോൾ അത് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ വിറ്റ് കളഞ്ഞാൽ ഭാവിയിൽ അത് കയ്യെത്തി പിടിക്കാൻ കഴിയാത്തത്രയും ദൂരത്തോളം ചിലപ്പോൾ നമ്മുടെ TEF വളർന്നിട്ടുണ്ടാവും. ഞാൻ ഉറപ്പ് പറയുന്നു, ഫ്യൂച്ചറിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഓരോ വ്യക്തികളും നമ്മുടെ TEF IBO ആവാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കും, ഉറപ്പാണ്. അന്ന് മനസ്സിലാകും, ഇന്ന് ഇത് ഇട്ടിട്ട് പോയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് കയ്യിലേക്ക് ഈ വലിയൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് അത് ഒഴിവാക്കി പോയ ഓരോ വ്യക്തികൾക്കും അന്ന് മനസ്സിലാകും ഞാൻ അന്ന് നഷ്ടപ്പെടുത്തിയത് എത്രയോ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, എത്ര വലിയൊരു അവസരമായിരുന്നു എന്നുള്ളത്.